ഒരുപാട് ഹോർമോൺ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ നമുക്ക് ചിലപ്പോൾ അത് ജോലിയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ടെൻഷൻ അടിക്കുന്നതെങ്കിൽ, അപ്പൊ അതിനൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരും. അതേപോലെ തന്നെ ഒന്നാണ് നമ്മുടെ അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ അനാവശ്യമായിട്ടൊക്കെ വാരി വലിച്ച് കഴിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകളാണ് നമ്മൾ. നമ്മൾക്ക് ഒരു കടയിലൊക്കെ അല്ലെങ്കിൽ നമ്മളൊരു കൂൾ ബാറിലോ ബേക്കറിലൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ നമുക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള ഫുഡുകളൊക്കെയാണ് നമ്മൾ, ജങ്ക് ഫുഡ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. അതൊക്കെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ ഭക്ഷണം കഴിച്ച് വയറ്റിലേക്ക് ഇട്ട് പോയി കഴിഞ്ഞാൽ വയറ് അവിടുന്ന് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യണം അല്ലെ, നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിനൊക്കെ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ അലിയിപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുന്ന് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ കണക്ട് ചെയ്യുന്ന ഒരുപാട് പണി നമ്മൾ കൊടുക്കുന്ന ഓരോ ഭക്ഷണത്തിൽ നിന്നും ആര് ചെയ്യണം? നമ്മുടെ ശരീരം ചെയ്യണം. അപ്പൊ അത് നമുക്കൊരു കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇരുന്ന് കൊണ്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ ഓവർ യൂസ് ഓഫ് നമ്മുടെ ഈ മാരകമായിട്ടുള്ള ഈ കൃഷിക്ക് ആവശ്യമുള്ള, അതേപോലെ തന്നെ വിളകൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നടിക്കുന്ന പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ചെയ്തു വെക്കുന്നുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നാളുകളിൽ നമുക്ക് അസുഖങ്ങളായിട്ട് മാറി വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ എലമെന്റ്സ് വെൽനസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ്. നമുക്കറിയാം, റീസെന്റ് ആയിട്ട് തൊട്ടടുത്ത കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഇന്ത്യയിൽ ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബ്രാൻഡാണ് നമ്മുടെ എലമെന്റ്സ് വെൽനസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം എന്തായാലും ഈ വർഷവും ഇത് തന്നെയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അത്രയധികം ജനങ്ങളിലേക്ക് ഈ ഒരു ബ്രാൻഡിന്റെ, ഈ ഒരു പ്രൊഡക്റ്റിന്റെ സ്വാധീനം ആളുകളിലേക്ക് വന്നിട്ടുണ്ട്. അല്ലെ, ഗവൺമെന്റ് കണക്ക് നമ്മുടെ ഇന്ത്യയിൽ രണ്ടാളുകളെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ ആയുഷിന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ആളാണെന്ന് പറയുന്നത്. അപ്പൊ അത്രയധികം ആളുകൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളത് നമുക്ക് എന്താ പറയാ, നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആളുകളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കാൻ വളരെയധികം സഹായകരമായിട്ടുള്ള രീതിയിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 1000-ലധികം ഔട്ട്ലെറ്റുകൾ ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മുടെ കമ്പനി തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ തന്നെ ആളുകളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സ്വാധീനവും അതേപോലെ തന്നെ ഇത് മാർക്കറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ ഓൺലൈനിലും നമുക്ക് ഇന്ത്യ ഷോപ്പി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ കുറെ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്, നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പിന്നിൽ ഈ ഒരു പ്രൊഡക്റ്റിന് ഇത്രയധികം ഗുണങ്ങൾ കിട്ടാൻ കാരണക്കാരായിട്ടുള്ള ആളുകളാണ് ലോകോത്തര നിലവാരമുള്ള വിവിധ ബ്രാൻഡുകളിൽ ഡാബർ, അതേപോലെ തന്നെ റാൻബാക്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സിപ്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള വിവിധ ബ്രാൻഡുകളിലൊക്കെ തന്നെ വർക്ക് ചെയ്ത് പരിചയമുള്ള നിരവധി സയന്റിസ്റ്റ് വിങ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനിക്കാവുന്ന മറ്റൊരു മുഹൂർത്തം കൂടിയാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഈ ഒരു എന്താ പറയാ, മാജിക്കൽ ഹാൻഡിലൂടെ വന്നിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിന് ഇത്രയധികം സർട്ടിഫിക്കേഷനും അതേപോലെ ഇത്രയധികം ജനകീയമൊക്കെ വരാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാതെ ഗുണനിലവാരത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് മറ്റൊരു മുഹൂർത്തമായിട്ട് നമുക്ക് കൂട്ടാം. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനും അതേപോലെ തന്നെ 100% പ്യുവർ വെജിറ്റേറിയൻ ക്യാപ്സ്യൂളുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആയുർവേദിക് ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ ഡിസൈൻ ഞാൻ പറഞ്ഞ ടോപ്പ് ആയിട്ടുള്ള സയന്റിസ്റ്റുകൾ, അതേപോലെ ഇന്റർനാഷണൽ പാക്കിംഗ് ഒക്കെ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പാക്കിങ്ങിലും അതേപോലെ തന്നെ ബോട്ടിലിന്റെയൊക്കെ സൈസിലും ക്യാപ്സ്യൂളിന്റെ പാക്കിങ്ങിലൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ തന്നെ റീസെന്റ് ആയിട്ട് കമ്പനി വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റിയുള്ള ഹെർബ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ പിന്നിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നത്? മാർക്കറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ വിവിധ പത്ര വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പത്രത്തിലൊക്കെ നമുക്ക് കാണാം, മഞ്ഞപ്പിത്തം വില്ലനാകുമ്പോൾ അല്ലെ, ഒരുപാട് മഞ്ഞപ്പിത്ത കേസുകൾ നമ്മുടെ നാട്ടിൽ നമ്മൾ എന്താ പറയുക കാണുന്നുണ്ട്. പത്രങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്, വാട്സപ്പിലൂടെ നമ്മൾ കാണുന്നുണ്ടാവും, വിവിധ സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ തന്നെ നമുക്കുണ്ടാവുന്ന അസുഖങ്ങളെ പറ്റി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ നമ്മൾ വിവിധ വാർത്തകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. ഇതിൽ തന്നെ നമുക്ക് നോക്കി അറിയാം, വ്യാപകമാവുന്ന കരൾ വൃക്കരോഗവും ക്യാൻസറും. ഇത് കുറച്ചു മുൻപ് നമ്മൾ കണ്ടിട്ടില്ല. വൃക്കരോഗം വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്. അതിന് ഉദാഹരണമാണ് നമ്മുടെ ഡയാലിസിസ് യൂണിറ്റുകൾ നമ്മൾ എടുത്തു നോക്കി അറിയാം.
നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള നമ്മുടെ ടൗണിലൊക്കെ തന്നെ ഡയാലിസിസ് യൂണിറ്റുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വന്നിട്ടുണ്ടാവാം. അപ്പം ഇതിനൊക്കെ ഒരുപാട്, അതേപോലെ തന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള കാരണങ്ങൾ ഏറ്റവും കൂടുതൽ ഉപ്പിൽ കൊടിയ വിഷമെന്ന് പരിശോധന റിപ്പോർട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് എല്ലാത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉപ്പ്. ഏറ്റവും കൂടുതൽ വിഷാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ ഒരു പൊടിയുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തും നമുക്ക് അല്ലെ ഒരുപാട് അസുഖങ്ങൾ, ഉപ്പ് പോലും നമുക്ക് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എന്താ പറയുക മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സാനിറ്ററി പാഡുകളിൽ അർബുദത്തിന് കാരണമാവുന്ന രാസവസ്തുക്കൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അലോപ്പതി ഡോക്ടർമാർക്കെതിരെ ആയുഷ് വകുപ്പ് ഇല്ല ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്ന ചില ഡോക്ടേഴ്സിന് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്താ പറയാ പറ്റൂല അല്ലെങ്കിലൊക്കെ പറയുന്ന ആളുകൾക്കെതിരെ ഗവൺമെന്റ് ആക്ഷൻ എടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത്രയധികം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു ആയുർവേദത്തിനെ പറ്റി ഗവൺമെന്റ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൂടിയാണത്. അതേപോലെ തന്നെ നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളിൽ ജീവിതം തകർന്ന് കേരളം ഏറ്റവും കൂടുതൽ അസുഖങ്ങളും ഏറ്റവും കൂടുതൽ ഗുളികകൾ വാങ്ങുന്ന ആളുകൾ നമ്മൾ എന്താ പറയാ ഈ ഒരു ഫാർമസിയുടെ മുന്നിലൂടെ പോകുമ്പോൾ കാണാം ഏറ്റവും കൂടുതൽ വൈകുന്നേരം തിരക്കുണ്ടാവുന്ന പലചരക്ക് കടയിലും, രണ്ടാമത്തത് എന്താ പറയാ ഈ ഒരു മെഡിക്കൽ ഷോപ്പിലാണ്. അപ്പൊ അത്രയധികം ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ പലചരക്ക് കടക്കുന്നതിനേക്കാൾ കൂടുതലുള്ളത് ഫാർമസികളായിരിക്കും അല്ലെ. കേരളത്തില് 3-1 രക്തസമ്മർദ്ദവും 5-1 പ്രമേഹവും വരുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡയാലിസിസ് യൂണിറ്റുകൾ 44 യൂണിറ്റും 38 കൂടി ഉടൻ തുറക്കാനുള്ള പരിപാടിയാണ്. അതേപോലെ തന്നെ ഓരോ വർഷവും പുതുതായിട്ട് 55,000 പേർക്ക് ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കാണുന്നു. അതേപോലെ തന്നെ 40 വയസ്സിൽ താഴെയുള്ള പക്ഷാഘാത രോഗികളുടെ എണ്ണത്തിൽ കേരളത്തിനാണ് 1ാം സ്ഥാനം. അല്ല ഇങ്ങനെയൊക്കെ ആളുകൾ അല്ലെ ഇതിനൊക്കെ കാരണം നമ്മൾ പറയുന്നുണ്ട് അല്ലെ. ഉപഭോഗ സമൂഹമായി മാറിയിട്ടുള്ള മലയാളികൾ മാറി. അതേപോലെ തന്നെ മലയാളികൾക്കിടയിൽ ഉണ്ടാവുന്ന അധ്വാനശീലം കുറഞ്ഞുപോയി. അതേപോലെ തന്നെ പാശ്ചാത്യവൽക്കരണവും അതേപോലെ തന്നെ ഭക്ഷണശീലത്തിൽ വന്ന മാറ്റം, വ്യായാമമില്ലായ്മ, അതേപോലെ തന്നെ മദ്യപാനം, അതേപോലെ തന്നെ പച്ചക്കറിയുടെ ഉപയോഗം കുറഞ്ഞു. ഇതൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് പല അസുഖങ്ങളും നമുക്ക് വരാനുള്ള കാരണമായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ അല്ലെ നമ്മുടെ ഇന്ത്യയിൽ പ്രമേഹ രോഗികളുടെ 150% വർധനവാണ്, 15% അല്ല. അപ്പൊ അത്രയധികം വർധനവ് നമുക്ക് എന്തിലുണ്ട്, പ്രമേഹത്തിലുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മെഡിസിൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന മുഹൂർത്തം അല്ല അത്. അത്രയധികം ആളുകൾ നമ്മുടെ എന്താ പറയാ മെഡിക്കൽ ഒരു പരീക്ഷണശാലയായിട്ട് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രൊഡക്റ്റുകളും. അപ്പൊ ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ നമ്മൾ നിൽക്കും. ജീവിതശൈലി രോഗങ്ങൾ, അതായത് പ്രമേഹം, കൊളസ്ട്രോള്, ഈ BP-യുടെ പ്രശ്നങ്ങൾ, ഹൃദ്രോഗങ്ങൾ, വൃക്കരോഗം, പക്ഷാഘാതം, കുടലിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പുണ്ണുകൾ, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ക്യാൻസർ, ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ പറ്റുന്ന ജീവിതശൈലി രോഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു നോക്കുന്നത്. നമ്മുടെ ചെറിയൊരു ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ നമുക്ക് നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. 3 വർഷത്തിനിടെ കേരളത്തിലെ ആളുകൾ ഉപയോഗിച്ച ഡോളോ എന്ന് പറയുന്ന ഒരു ക്യാപ്സ്യൂള് 30 കോടിയുടെ വിറ്റുവരവാണ് ആർക്കുണ്ടാക്കിയത്, ഡോളോ എന്ന് പറയുന്ന കമ്പനിക്ക്. നമ്മളൊക്കെ വാങ്ങിയിട്ടുള്ള ഗുളികയുടെ കണക്കാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ നമ്മുടെ കേരളത്തിൽ നടന്ന ഡോളോയുടെ കച്ചവടമാണ് 30 കോടി എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ചറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് അല്ല, പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളല്ല, ഫുഡല്ല, നമ്മുടെ മെഡിസിന്റെ ഒരൊറ്റ ഗുളികയുടെ വിൽപ്പനയാണ് 30 കോടി കേരളത്തിൽ വിറ്റഴിച്ചു എന്ന് പറയുന്നത്. അപ്പം അത്രയധികം ആളുകൾ ഗുളിക ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റെവിടെയും നമുക്ക് എന്ത് പോകണ്ട, ഉദാഹരണമായിട്ട് പോകണ്ട. അതേപോലെ തന്നെ വാതരോഗങ്ങൾ ഞാൻ പറഞ്ഞു, നമുക്ക് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. മാനസിക സംഘർഷമാണ് നമുക്ക് എന്താ പറയാ വാതരോഗങ്ങൾ കാരണമാകുന്നെന്ന് പറയുന്നു. അതേപോലെ തന്നെ നമ്മൾ റീസെന്റ് ആയിട്ട് ഈ അടുത്ത് വീണ്ടും എന്ത് ചെയ്തു, കോവിഡിനെ പറ്റി നമ്മൾ വീണ്ടും കേട്ടു അല്ലെ. കോവിഡ് നമ്മുടെ നാട്ടിൽ വീണ്ടും വ്യാപകമാകാൻ പോകുന്നു എന്നുള്ള രീതിയിൽ കോവിഡ് നമ്മളെ വളരെയധികം പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു അസുഖമായിരുന്നു കോവിഡ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു അസുഖം വീണ്ടും നമ്മളിലേക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. കോവിഡ് വ്യാപകമാകുന്നു എന്നുള്ള ചില വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇന്നിപ്പം ഇല്ലേ കേസുകൾ കൂടുന്നുണ്ട്. അതേപോലെ തന്നെ വൈറസിന്റെ തീവ്രമായ വ്യാപനത്തെ നമ്മൾ ഗൗരവത്തോടു കൂടി കാണുമെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ പേടിക്കാൻ പറഞ്ഞിട്ടല്ല കാര്യങ്ങളല്ല. ഇതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ
മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം അസുഖങ്ങളെ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യതയെ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ സാധിക്കും. അപ്പൊ അതിനൊക്കെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇല്ല, നമ്മൾ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിച്ചിരിക്കണം. അങ്ങനെ നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ മാത്രമേ നമുക്ക് അതിനകത്തൊരു കോൺഫിഡന്റ് വരുള്ളൂ. അങ്ങനെ ഒരു കോൺഫിഡന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബിലീഫ് വർദ്ധിക്കുകയും ഈ ഒരു പ്രൊഡക്റ്റ് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു എന്താ പറയാ ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ എന്ത് ചെയ്യാൻ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ്സിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ ഇതിനകത്തുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിരിക്കണം. അല്ലെ, നമ്മുടെ മഴക്കാല രോഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒന്നാണ് പനി, ജലദോഷം, ചുമ, അല്ലെ, അതേപോലെ തന്നെ ഡെങ്കി, മലേറിയ, കോളറ, മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ പോലുള്ള ഒരുപാട് അസുഖങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മഴക്കാലത്ത് വരുന്നുണ്ട്. മറ്റൊന്നാണ് നമുക്ക് അതിനകത്ത് എടുക്കാം ജലദോഷം എന്ന് പറയുന്നത്. ഏകദേശം എല്ലാ ആളുകൾക്കും വരുന്ന ഒരു അസുഖമാണ് ജലദോഷം എന്ന് പറയുന്നത്. അല്ലെ, നമ്മളത് പ്രത്യേകിച്ച് കാര്യമാക്കാറില്ല ജലദോഷം എന്നില്ല. നമ്മളോട് പറയാറുണ്ട് അല്ലെ, നമ്മളോട് ആളുകളൊക്കെ പറയും മഴ കൊള്ളല്ലേ എന്ന് പറയുന്നുണ്ട് അല്ലെ. മഴ കൊണ്ടാൽ എന്ത് വരും? ജലദോഷം വരും. നല്ല തണുപ്പാന്ന്, അതേപോലെ തന്നെ ജലദോഷം വരും എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ജലദോഷത്തെ എന്ത് ചെയ്യാറുണ്ട്? ആളുകൾ നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ജലദോഷത്തിലധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ജലദോഷം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മഴ കൊണ്ടിട്ട് വരുന്ന ഒരു അസുഖമാണോ ജലദോഷം എന്ന് പറയുന്നത്? നമുക്കറിയാം ജലദോഷം എന്ന് പറയുന്ന ഒരു വൈറസ് പോലുള്ള അസുഖമാണ് ജലദോഷം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വൈറസിന്റെ പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ ശ്വാസനാളിയിലൂടെ, നമ്മുടെ വായിൽ കൂടിയാണ് നമുക്കിത് പകരുന്നത്. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുകയും ചെയ്യും. ഒന്നുകിൽ അവരെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവരുടെ ഏരിയയിൽ, അവരുടെ ഒരു സറൗണ്ടിങ്സിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ജലദോഷം വരും. അപ്പൊ ഈ ഒരു ജലദോഷത്തിന് പ്രത്യേകിച്ച് മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ശ്വാസം കടന്നു പോകുന്ന വഴിയിലൊക്കെ ഇതിനെപ്പറ്റി ഈ ഒരു വൈറസിന്റെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാറുണ്ട്. ഇത് കോംപ്ലിക്കേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ജലദോഷം നമ്മൾ സാധാരണ കോംപ്ലിക്കേഷൻ ആയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ജലദോഷം വന്നു കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ഒരു വൈറസിന്റെ ബാധ കൂടിയിട്ട് നമുക്കത് കോംപ്ലിക്കേഷൻ പ്രശ്നങ്ങളായിട്ട് മാറാറുണ്ട്. അതിന് ഉദാഹരണമാണ് നമുക്ക് ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ജലദോഷം വരുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ന്യൂമോണിയയിലെ ആൾക്ക് ജലദോഷം വന്നു കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി സാധാരണ നമുക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് മരുന്നില്ല എന്നുള്ളത് അല്ലെ. പ്രത്യേകിച്ച് മരുന്നും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഔഷധം ഉപയോഗിച്ച് കൊറോണയെ നമ്മൾ കൺട്രോൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ജലദോഷത്തെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ശരീരം ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യും. ജലദോഷം നമ്മൾ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം കൊണ്ട് മാറും. ഇനി മെഡിസിൻ കഴിച്ചില്ലെങ്കിൽ ഒരു 7-8 ദിവസം, 6-7 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? ഈ ഒരു ജലദോഷം നമ്മുടെ ബോഡിയിൽ നിന്ന് പൂർണ്ണമായിട്ട് പോകും. അതിൽ നിന്ന് കൺട്രോൾ ആയിട്ടില്ല നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് നമ്മൾ മെഡിസിൻ അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ പ്രിവെൻഷൻ എടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് അറിയാം, നമ്മൾ ശ്വാസം വലിക്കുന്ന സമയത്ത് ഒരുപാട് പൊടിപടലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ, ഒരുപാട് ബാക്ടീരിയയും വൈറസും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് സൂക്ഷ്മാണുക്കള് നമ്മുടെ മൂക്കിലൂടെ നമ്മുടെ ശ്വാസനാളത്തിലും ഒക്കെ നമുക്ക് എത്താറുണ്ട്. ഇത് നമ്മുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ കൊറോണ ബാധിച്ച സമയത്ത് നമുക്ക്